തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഗൃഹസന്ദർശനത്തിനിറങ്ങുന്ന CPM നേതൃത്വം വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. സന്ദർശന ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാൻ പാർട്ടിയുടെ താഴെത്തട്ടിലേക്ക് നിർദ്ദേശം കൈമാറിയെങ്കിലും പ്രാദേശിക നേതൃത്വങ്ങളിൽ എതിർപ്പ് പുകയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് CPM-ഉം സർക്കാരും. ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ്, ഇതിനു പുറമെ ആഭ്യന്തര, ആരോഗ്യ, വിദ്യാഭ്യാസ വകുപ്പുകളുടെ വീഴ്ച, നാണക്കേടിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന CPM-ഉം സർക്കാരും ഗൃഹസന്ദർശന ക്യാമ്പയിനുമായി ഇറങ്ങുമ്പോൾ ഒരുപാട് വിയർക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന നേതാക്കളെ തള്ളിപ്പറയാത്തത് വോട്ടർമാർ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യ ദിവസങ്ങളിൽ പോലും ശബരിമല വിഷയം തിരിച്ചടിച്ചില്ലെന്ന് വാദിച്ച CPM-നെ ഒടുവിൽ പറഞ്ഞത് മുഴുവനായി വിഴുങ്ങേണ്ടി വന്നു. ഇക്കാര്യത്തിൽ ഗൃഹസന്ദർശന വേളയിൽ ചോദ്യമുന നീളുന്നതോടെ ഉത്തരം കിട്ടാതെ CPM ഏറെ വിയർക്കേണ്ടി വരും. മുൻപും ചോദ്യാവലിയും ഗൃഹസന്ദർശനവുമായി ഇറങ്ങിയിട്ടുള്ള CPM നേതാക്കൾക്ക് ഇപ്പോഴത്തെ പോലെ അത്ര സുഖകരമാകില്ല കാലാവസ്ഥ. ഇതിനിടെ ഗൃഹസന്ദർശനമെന്ന പാർട്ടിയുടെ പുതിയ ക്യാമ്പയിനോട് കീഴ്ഘടകങ്ങൾ വേണ്ടത്ര ഉത്സാഹം കാണിച്ചിട്ടില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ പറയാനുള്ള ഉത്തരം കൂടി നൽകണമെന്നാണ് പാർട്ടിക്കുള്ളിലെ അണിയറ സംസാരം. KB ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.